ഉണ്ണികൃഷ്ണൻ 5 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമ. ഉണ്ണികൃഷ്ണൻ ഞാനായിട്ട് ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റോറീസാണ്. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങിന് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത്. ഉണ്ണിച്ചേട്ടനായിട്ട് പല പല ആളുകളെ ബാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വേണം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ എടുത്താണ് ഉണ്ണിയേട്ടൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സാധ്യമല്ല എന്ന് അറിയാമെങ്കിൽ പോലും ഇന്ന് ഇത്തിരി മാന്യത കാണിക്കണമെന്ന് ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം എത്ര നിയന്ത്രിച്ചാലും അത് വെളിയിൽ വരുന്നത് നമുക്ക് പുറത്തുവിടാം. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സാധനം നേരുന്നു. ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം. വളരെ മനോഹരമായ ഒരു ട്രെയിലർ. എക്സലന്റ്. ഉണ്ണികൃഷ്ണൻ, കൺഗ്രാറ്റുലേഷൻസ്. സിനിമയുടെ പേര് പ്രതിച്ഛായ. അങ്ങയുടെ പ്രതിച്ഛായക്ക് ഒരു മങ്ങലും ഇത് ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല, പേടിക്കണ്ട. അത്രയും മനോഹരമാണ്. കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ 5 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെയാണ്. പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ മോശക്കാരെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ്. 2-3 ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇമോഷൻസ്, അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ്. അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. പക്ഷെ ബാലചന്ദ്രൻ മേനോൻ, അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ട്, എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം, കളിയക്കാരെ, അതുപോലെ 3 സിനിമകൾ പേരൊട്ടുന്നത്. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാനം ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഈ സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ ഫിലിമാണ്. ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം ഓഡിഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു. കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ ഏറ്റവും വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാകാം
വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കട്ടെ, അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിച്ഛായ അമേസിംഗ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത്. ഉണ്ണിച്ചേട്ടനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്തത് ആ റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപാലൻ സാർ, ഒരുപാട് സന്തോഷം. കൊച്ചുണ്ണി കഴിഞ്ഞ ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു. ഇന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരെയും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്ത സമയത്ത് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിന്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളത്. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടൻ്റെ. അതിൽ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞല്ലോ, കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പടം ചെയ്യുന്നത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനോ ആയിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ പടം കാണും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയെ പ്രതിച്ഛായ നിവിൻ അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെറുപ്പത്തിലാണ് ആൾക്കാർ കൂടുതൽ റിസ്ക് ഒക്കെ എടുക്കുക. ഗോപാലന്റെ കാര്യത്തിൽ പ്രായമായിട്ടാണ് കൂടുതൽ റിസ്കുകൾ എടുക്കുക. ഗോപാലനെ സംബന്ധിച്ച് മലയാള സിനിമയെ ഇന്ന് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഗോപാലേട്ടൻ. ഒരു നിർണായക സമയത്തിലൂടെ ഇടയ്ക്ക് സിനിമ ഇൻഡസ്ട്രി കടന്നു പോയപ്പോൾ ഗോപാലേട്ടൻ വലിയ കരുത്തായിരുന്നു. വളരെയധികം സന്തോഷം. സാധാരണ ഒരുപാട് ആളുകൾ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് പല കാര്യങ്ങളെ പല ആളുകളെ ബാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വേണം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ എടുത്താണ് ഉണ്ണിയേട്ടൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടന് ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. സാധ്യമല്ല എന്ന് അറിയാമെങ്കിൽ പോലും ഇന്ന് ഇത്തിരി മാന്യത കാണിക്കണമെന്ന് ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം എത്ര നിയന്ത്രിച്ചാലും അത് വെളിയിൽ വരുന്നത് നമുക്ക് പുറത്തുവിടാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. മോഹൻചേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിലൊരു വേഷം ചെയ്യണം. വളരെ സന്തോഷം തോന്നി. ഞാൻ
ഉണ്ണിയേട്ടനെ ഒരുമിച്ച് എല്ലാം പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ അശ്വിൻ ചെയ്യും? ആ ഒരു മറുപടിയാണ് ആ വേഷം എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നത്. ഓരോ ദിവസവും സീൻ എടുക്കുമ്പോൾ ഉണ്ണിയേട്ടനോട് മാത്രമല്ല, കൂടെ അസോസിയേറ്റും അസിസ്റ്റൻസും മറ്റേ ഹെൽപ്പ് ചെയ്താലും എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും ഞാൻ ചോദിക്കും, ഓക്കെയാണോ? ഓക്കെയാണ്. ഉണ്ണിയേട്ടനൊക്കെ എല്ലാവരും പറയും ഓക്കെയാണ്. അപ്പോൾ എനിക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു, ഇത് ശരിയാവുമോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിയാൽ നമ്മൾ ആ മോണിറ്ററിൻ്റെ മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് മൈക്ക് കൂടി പറയാതെ അടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും കൂടി ചെയ്തേക്കാം, ഒന്ന് ആക്കിയേക്കാം എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ അപ്പം തന്നെ എങ്ങനെയാണോ ഞാൻ അവരെ ചെയ്തിട്ട് അത് മതി. അങ്ങനെ ഭയങ്കര ഭയങ്കര ത്രില്ലിലാണ് ഞാൻ ഈ വേഷം ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു വേഷമാണ്, പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും, ഇത് ചെറിയ വേഷം ചെയ്തവർക്ക് പോലും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു വേഷം എനിക്ക് കിട്ടിയതിൽ ഞാൻ സർവേശ്വരനോടും മാത്രമല്ല ഉണ്ണിയേട്ടനോടും ബാക്കി എൻ്റെ പിന്നിൽ പ്രത്യേക ഗോകുൽ സാറിനോടും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പടം ഒരു വൻ വിജയമാക്കേണ്ടത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരുമാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഈശ്വരനോടും പ്രാർത്ഥിക്കുന്നു. നന്ദി. എല്ലാ ബഹുമാനപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഏറ്റവും അവസാനത്തേക്ക് സംസാരിക്കാൻ മൈക്ക് തരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ എനിക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഇരുന്നിട്ട് ഉണ്ണി സാറിനോട് ഞാൻ ചോദിച്ചതാണ് ഈ സിനിമയിലെ കഥാപാത്രം. അത് ഇതുപോലെ ഉണ്ണി സാറിന്റെ തൊട്ടടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അടുത്ത പടം നിവിൻ പോളിനെ വെച്ചാണെന്ന് കേട്ടു, എനിക്ക് സാധ്യമായ എന്തെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിവിനും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം 10 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോ അങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം നന്ദി സർ. ബാക്കിയെല്ലാം സിനിമയിലുണ്ടാവും, വേറൊന്നും സംസാരിക്കാനില്ല. തീർച്ചയായും ലാലേട്ടനൊക്കെ ഉള്ളൊരു വേദിയാണ്, അത്രയും ധൈര്യമായിട്ട് സംസാരിക്കാനില്ല. ഗോകുലം ഗോപാലൻ സാർ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think Oxygen. Oxygen, the smartphone expert. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.